കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള അവസാന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന് സമനില. ഇന്ന് അമേരിക്കയോടാണ് ബ്രസീൽ സമനില വഴങ്ങിയത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം അടിച്ചു. മത്സരത്തിൽ ആദ്യം ലീഡെടുത്തത് ബ്രസീലായിരുന്നു. 17-ാം മിനിറ്റിൽ റഫീഞ്ഞയുടെ അസിസ്റ്റിൽ ഒരു മികച്ച ഫിനിഷിലൂടെ റോഡ്രിഗോയാണ് ബ്രസീലിനായി ലക്ഷ്യം കണ്ടത്. എന്നാൽ ആദ്യ പകുതിയിൽ തന്നെ അമേരിക്ക തിരിച്ചടിച്ചു. സൂപ്പർ താരം ക്രിസ്ത്യൻ പുൾസിച്ചാണ് അമേരിക്കയ്ക്കായി ഗോൾ നേടിയത്. തുടർന്ന് ഇരു ടീമുകളും വിജയ ഗോളിനായി ശ്രമിച്ചുവെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് അത്ര മികച്ച പ്രകടനമല്ല ബ്രസീൽ പുറത്തെടുത്തത്. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 61% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബ്രസീലായിരുന്നു. 25ഓളം ഷോട്ടുകളാണ് ബ്രസീൽ മത്സരത്തിൽ തൊടുത്തത്. 12 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 573 പാസുകൾ 91% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് അമേരിക്ക തൊടുത്തത്. 7 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇനി കോപ്പ അമേരിക്കയിലാണ് ബ്രസീൽ കളിക്കാനിറങ്ങുക. ജൂൺ 25-ന് കോസ്റ്റാറിക്കയ്ക്കെതിരെയാണ് കോപ്പയിലെ ബ്രസീലിന്റെ ആദ്യ മത്സരം. ഇതിനുശേഷം ജൂൺ 29-ന് പരാഗ്വേയെയും ജൂലൈ 4-ന് കൊളംബിയയെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീൽ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.